ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മൈ ചാനൽ അശ്വിൻ ബ്ലോഗ്. ഇന്ന് നമ്മളെ ചാനലിൽ ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കുന്നത്. അതായത് ചെറുതായിട്ട് കാണിക്കണുള്ളൂ, ഫുള്ളായിട്ട് കാണിക്കാം. നമ്മളിപ്പോൾ തൃശ്ശൂരുള്ള വാടാനപ്പള്ളിയുള്ള ഇന്നലെ വന്നാലോ അവിടെ. അപ്പോൾ കുളി കഴിഞ്ഞു, ഡ്രസ്സൊക്കെ മാറ്റി, ചായ കുടിച്ചിട്ട് നമുക്ക് കറങ്ങാൻ പോകാം. എന്താണെന്നറിയില്ലേ ചേച്ചി, ഇപ്പൊ എത്ര കഴിച്ചാലും വിശപ്പില്ല. ആർത്തി കൂടിട്ടോ, വെള്ളം കുടിച്ചോളൂ. നമ്മളങ്ങനെ കറങ്ങാൻ വേണ്ടി പോകാൻ നിൽക്കുകയാണ്. ഡേ ഇൻ മൈ ലൈഫിൽ വേറെ ഇവിടെ നമ്മളിപ്പോൾ തൃശ്ശൂർ വന്നുകൊണ്ട് വേറെ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നമ്മുടെ നാടല്ല, റിയാനത്തെ നാടാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് കൊടുങ്ങല്ലൂർ ഭാഗത്തൊക്കെ കുറേ കാണാനുള്ള കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ, എല്ലാവരും കാണിച്ചൊക്കെ തന്നെയാണ്, നമ്മളും പോയി കാണിക്കാൻ മാത്രം. നമ്മളങ്ങനെ കറങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ സുൽത്താൻ റോഡ് വഴിയാണ് നമ്മൾ പോണത്. അങ്ങനെ ഹൈവേ പോയി കയറുന്നത്. ഷാബദ് ഏതിനെ പോയി കയറുക, ഏതാ റോഡ്? എടശ്ശേരി. അപ്പം നമുക്കങ്ങനെ ഒരു ലക്ഷ്യമൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ പോവുക, നല്ല സ്ഥലങ്ങൾ കാണുമ്പോൾ അവിടെ ഇറങ്ങുക, കാണിക്കുക, കാണുക, എന്തെങ്കിലുമൊക്കെ വാരി തിന്നുക, കഴിക്കുക, കുടിക്കുക, അങ്ങനെ ഒരു കണ്ടൻറ്റാണ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ സുൽത്താൻ റോഡ് എന്നാണ് ഇത് പറയുക, ഈ റോഡ് സുൽത്താൻ റോഡ്. അതായത് വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ്റെ അവിടെ തുടങ്ങിയിട്ട് ഇത് അവസാനിക്കുന്നത് എവിടെയുള്ള ഷിഹാബ് നമ്മുടെ ഏട്ടൻ്റെ മോനാണ് കേട്ടോ. ഷിഹാബിനെ ഒന്ന് കാണിച്ചു കൊടുക്കണം. ഷിഹാബിന് മടിയാണ് ഗൈസ്, ക്യാമറക്ക് മുമ്പിൽ വരാൻ മടി. നമുക്ക് ചാനലൊക്കെ ഉണ്ട്. എൻ്റെ ചാനലിൻ്റെ പേര് വേണ്ട. കോഴിക്കോട് എറണാകുളം ഹൈവേയിലാണ് നമ്മളിപ്പോൾ കയറിയിട്ടുള്ളത്. ഈ ഹൈവേ റോഡ് വഴി നമുക്ക് നേരെ തൃപ്രയാർ, കൊടുങ്ങല്ലൂർ, അങ്ങനെ പറവൂർ, എറണാകുളം, അങ്കമാലി പോലെ അത് നേരെ എറണാകുളമാണ്. ആ റോഡാണ് നമ്മൾ കയറിയിട്ടുള്ളത്. ഇനി ഇവിടെ നിന്ന് കാണുന്ന നല്ല സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് നിർത്തിയെടുക്കാം. ഞാൻ ഇങ്ങോട്ട് അധികമൊന്നും വന്നിട്ടില്ല. എന്തായാലും ഞാൻ കാണുന്നത് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം. സൈക്കിളിലൊക്കെ പോണ നോക്കി അല്ലേ, നമുക്ക് ഒരു സൈക്കിൾ വാങ്ങണം. കടന്നിട്ടൊക്കെ വേണം സൈക്കിൾ ഓടിക്കണം. ആ സൈക്കിളിനൊക്കെ നല്ല റേറ്റ് ഉണ്ട്, 1 ലക്ഷം 2 ലക്ഷം ഒക്കെ ഉണ്ട് റേറ്റ്. അവരിതാ വേറൊരാളും കൂടെ സൈക്ലിങ് ശരീരത്തിന് നല്ല എന്താണ് എക്സസൈസാണ്. ഒരു സൈക്കിൾ വാങ്ങണം നമുക്ക്. ഇതേപോലെ 2 സൈക്കിൾ ഓളി ഒരു സൈക്കിളുമായിട്ടൊരു കേരള യാത്ര നടത്തണം നമുക്ക്, അല്ലേ? നോക്കാം. കേരളത്തിലെ ആദ്യത്തെ 6 വരിപ്പാത എത്തിയനെയാണ് കേട്ടോ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഒരു പോർഷന് അതിൻ്റെ ഒരു ഭാഗം എത്തിയനെയും കൂടി കടന്നു പോകുന്നുണ്ട്. വാടാനപ്പള്ളി തൃപ്രയാർ വഴിയാണ് കടന്നു പോകുന്നത്. കേരളത്തിലെ ആദ്യത്തെ 6 വരിപ്പാതയാണ് ഇവിടെ വരാൻ പോണത്. അത് നല്ലൊരു പുരോഗതി ആയിരിക്കും കേരളത്തിലുണ്ടാവുക. റോഡ് ഇപ്പോഴത്തെ റോഡിൻ്റെ അവസ്ഥയൊക്കെ മാറും. നമുക്ക് എന്തായാലും നല്ല പുരോഗതി ഉണ്ടാവും. അതിൻ്റെ പണി നടന്നുകൊണ്ട് നല്ല സ്പീഡിൽ തന്നെ നടക്കുന്നുണ്ട്. കേന്ദ്രം, കേരള ഗവൺമെൻറ്റ്സൊക്കെ ഒത്തൊരുമയോട് കൂടി തന്നെ പോകുന്നുണ്ട് അതിന് വേണ്ടിയിട്ട്. എന്തായാലും നല്ല പുരോഗതി നമ്മുടെ കേരളത്തിൻ്റെ ആദ്യത്തെ കേരളത്തിലെ 6 വരിപ്പാതയാണ് വരാൻ പോണത്. കുറേ ബിൽഡിങ് പൊളിച്ചാലും റോഡാണ് അടിസ്ഥാനമായിട്ടൊരു പുരോഗതി എന്ന് പറഞ്ഞത്. ആദ്യം റോഡാണ്, സഞ്ചാരമാക്കുക എന്നുള്ളതാണ്. നമ്മുടെ കേരളത്തിലെ ഇപ്പോൾ ശരിയായി വരുന്നുണ്ട്. കുറേ റോഡുകളൊക്കെ മോശമായിട്ട് കടന്നതൊക്കെ ഇപ്പോൾ റിയാസ് വന്നതിന് ശേഷം ശരിയായി വരുന്നുണ്ട്, വരും എന്തായാലും. സ്ഥലമെടുപ്പൊക്കെ കഴിഞ്ഞ് ഇവിടെ എന്തായാലും ഇത്ര പെട്ടെന്ന് പണി, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്തൊന്നും ഇവിടെ ഇങ്ങനെ ആയിട്ടില്ല. പണി തുടങ്ങിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല, തുടങ്ങി വെച്ചിട്ടുണ്ട്. ചില ഭാഗങ്ങളിൽ മന്ദഗതിയാണ്, ചില ഭാഗങ്ങളിൽ നല്ല സ്പീഡാണ്. വളഞ്ചേരി ഭാഗത്തൊക്കെ കഴിയാനായിരിക്കണം ഓൾമോസ്റ്റ്. നമ്മളങ്ങനെ രസമായ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഒരു കായലും തൂക്കുപാലൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് നാട്ടികയിൽ. നമ്മുടെ യൂസഫ് അലി സാറിൻ്റെ നാടാണ് നാട്ടിക. അതിൻ്റെ ഏകദേശം അടുത്തൊക്കെ ആയിട്ട് വരും. തൂക്കുപാലത്ത് കായലിൻ്റെ മുകളിൽ കൂടെ ഒരു തൂക്കുപാലം.
മുട്ടുവേദനയുള്ളവർക്ക് സുഖമുണ്ട്. ശരി. ശരിയായി. അത് അനങ്ങാത്ത പാലാണ് അല്ലേ? ആടും ആടുവോ? ആൾക്കാർ കൂടുതലേ ശരിക്കും നിങ്ങൾക്ക് മാറിപ്പോകും. കുറച്ച് കാലം ചെല്ലുമ്പോൾ ശരി ആടുകൊണ്ട്. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് കേട്ടോ അവിടെ. ഇത് അധികം ഒന്നും ആരും കാണിച്ചില്ല തോന്നുന്നുണ്ട്. ഏറ്റവും കായൽ നേരെ എറണാകുളത്ത് എത്തിപ്പെടുന്നൊരു കായൽ. ഈ കായൽ അധികം ആരും ഇത് എക്സ്പ്ലോർ ചെയ്തിട്ട് തോന്നുന്നില്ലേ? നാട്ടിക വഴി പോകുന്നവർ, നാട്ടിക വഴി എറണാകുളം, അതായത് വടാനപ്പള്ളി വഴി എറണാകുളം പോകുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ഥലത്ത് വരണം. ബ്യൂട്ടിഫുൾ പ്ലേസാണ്. ഇതാണ് ഷിഹാബ് കേട്ടോ, ഷിഹാബ്. നീന്തലറിയില്ലേ? നീന്തലറിയില്ലേ ഞാനിപ്പോ? വൈകുന്നേരത്തെ അവരെ കൂട്ടിയിട്ട് വരണം. തുഴഞ്ഞിട്ടില്ലേ? ആ ആ 200 രൂപ അല്ലേ? ബോട്ടിങ്ങിന് വേണോ? ആ അപ്പോൾ ഒന്ന് കയറി വെക്കാം അല്ലേ ബോട്ടിൽ? ലൈഫ് ജാക്കറ്റൊക്കെ തരുമോ? ആ ആ ഓക്കെ. ഏതുവരെ പോയി? എങ്ങനെ ഇതിൻ്റെ ഡ്യൂറേഷനൊക്കെ? അമ്പലം വരെ പോവാ, അല്ലെങ്കിൽ ഇങ്ങനെ കറങ്ങി വരാം. ഇതിനെ പോയിട്ട് അതിലേ കറിയാം. ഒഴുക്ക് പെടുന്നില്ലല്ലോ? ഒഴുക്ക് പെടുമോ? അത് കൂലി ഇവിടെ കൂലിങ്ങാണ്, നല്ല കൂലിങ്ങൾ ഇവിടെയാണ് ഗൈസ്. ബോട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു നമുക്ക്. ചവിട്ട് ബോട്ടിൽ നമുക്ക് ഒരു ചേട്ടൻ നമ്മുടെ കൂടെ വന്നിട്ട്, കാർത്തികേയൻ ചേട്ടൻ വന്നിട്ട് നമുക്കത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 4 പേരെന്ന് പറയാൻ പറ്റില്ല, ഒന്ന് നെബുവാണ്. അപ്പം നെബുവിനെയും ചേർത്തിട്ട് നമ്മൾ എന്തായാലും ചവിട്ട് ബോട്ടിലേക്ക് പോവാം. നമുക്ക് ഷൂട്ടും കൂടി ചെയ്യണം വൃത്തിയുള്ളതാണെങ്കിൽ. അല്ല, അത് എന്താണെന്നറിയോ, ഇത് നമ്മൾ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും കഴുകും. പക്ഷെ എന്തായാലും ഇത് ഇവര് നനച്ചു കൊണ്ടിട്ടില്ലേ, നമുക്കിത് ഉണക്കാൻ കഴിയില്ല. മനസ്സിലായ? അപ്പൊ എന്താണ്ടാവുക വെച്ച് കഴിഞ്ഞാല് കരിമ്പം കുത്തടിക്കും. ഈ കരിമ്പം കുത്ത് പോവില്ല. നമ്മൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ആ വെള്ള ബോട്ടിലാണ് പോണത്. ചവിട്ടിയിട്ട് നമുക്ക് പോവാം വേണം. അപ്പോൾ ചവിട്ടിയിട്ട് വേണം പോവാൻ. നോക്കി നോക്കാം. നേരെ അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് തിരിക്കാൻ. ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ട് തിരിക്കുക. മനസ്സിലായ? ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ട്, അങ്ങോട്ടേക്ക് അങ്ങനെ. നേരെ പോയിച്ചാല് നേരെ സ്ട്രൈറ്റ് ആയിട്ട്. ഇപ്പൊ നമുക്ക് തിരിച്ചിടാം അല്ലേ? നിനക്ക് ഒരു കുന്തോട്ട് അറിയില്ല എന്നാ കേറിക്കോ ചെയ്യുമ്പോ. അങ്ങനെ പറയരുത്. അവന് ഭാവിയില് ഒരു പൈലറ്റ് പൈലറ്റും ബോട്ടും തമ്മിൽ എന്താ ബന്ധം? പൈലറ്റ് ബോട്ടിൽ പൈലറ്റുകളുണ്ടല്ലോ. അത് ഞങ്ങൾ പോട്ടെന്നാ. നിക്ക് തിരിക്ക് അങ്ങണ്ട് അങ്ങ് സ്റ്റഡിയാക്ക്. ഗൈസ്, അപ്പം നമ്മളങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ് ബോട്ട്. ആ ചേട്ടൻ നല്ല ഇൻസ്ട്രക്ഷൻ ആയിരുന്നു, നല്ല നമുക്ക് സപ്പോർട്ടായിട്ട് ചെയ്തു തന്നായിരുന്നു. വെയിലൊന്നും കൊള്ളാണ്ടിരിക്കാനുള്ള റൂഫൊക്കെ നമുക്കുണ്ട്. തൊപ്പി തന്നിട്ടുണ്ട്. then തൊപ്പി നയിച്ചൊക്കെ നല്ല ചൂട്. തിരിക്കാൻ സ്ട്രൈറ്റ് പിടിക്കും ഡ്രൈവർ. നെബുവാണ് ഇതിൻ്റെ കൺട്രോള്. ഞങ്ങൾ ചവിട്ടുന്നതെന്നുള്ളൂ. ഇതിൽ ആർക്കൊക്കെ നീന്തൽ അറിയണവരുള്ളത്?
ഇതിന് മറ്റവരെ കൊണ്ടൊന്ന് വരായിരുന്നു കേട്ടോ അല്ലേ? സ്പീഡ് കൂട്ടിക്കോ. എത്ര സ്പീഡ് കൂട്ടിയാൽ അങ്ങനെ റൗണ്ട് അടിച്ചിട്ട് വരാം നമുക്ക്. ഈ മരത്തിൻ്റെ ചോട്ടിൽ കൂടെ പോകാം നമുക്ക്. നീ വിട്. അത്ര ആയിട്ടുള്ളത് നമ്മൾ തിരിച്ചു ഗൈസ്. ഇനി ഈ വേട്ടാവളി ഇത് വിടണ്ട തിന്ന്. ഇത് ഞങ്ങൾ ആക്സെപ്റ്റ് കൊടുക്കുക സാരിങ് ഇരിക്കണ പോലെ ഇപ്പൊ നമുക്ക് ആ പൂന്തോട്ടത്തിന്റെ അടുത്ത് കൂടെ പോവാം. വെള്ളത്തിന്റെ മുകളിൽ ഈ ബോട്ടും കൊണ്ട് നമുക്ക് നേരെ എറണാകുളം പോയാലോ? ഇത് വെച്ച് പിടിച്ച് നമ്മൾ എറണാകുളം പോവാണ്. ഈ ചെറുക്കനും ഓടിക്കട് കറക്റ്റാക്കി ഓടിക്കടോ. അറിയില്ലെങ്കിൽ മാറിയിരിക്ക്. ഇതെങ്ങനെ സ്പീഡ് കൂടി പോ. നിക്കട ചെയ്യാൻ ഇത് പൊന്തേക്ക് പോണത്. നീ തൊട്ടണ്ടേ. അങ്ങനെ നമ്മൾ ചവിട്ടിയിട്ട് പോവാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ബെസ്റ്റാണ്. എല്ലാവരും വരുന്നത് നല്ല അടിപൊളി. 50 രൂപയുള്ളൂ കേട്ടോ ഒരാൾക്ക്. ഞാൻ മിക്കവാറും നെബൂനെടുത്ത് കായലിൽ കേട്ടോ. ഹലോ, ഞാൻ ആംബുലൻസ് ആയിട്ട് ഇക്കര കടവിലെത്തി. ആംബുലൻസ് അക്കരെ കടവിലെത്തി. എന്തിനാ ആംബുലൻസ്? കർത്താവിന് നീന്തൽ അറിയാവുന്നല്ലേ പറഞ്ഞു. അതുകൊണ്ടാണ് ആംബുലൻസ്. ഒന്ന് സൈഡ്. അവ വീട് ഞാൻ അറിയാം. ഞാൻ മോനാന്ന് നോക്കൂല, എടുത്തിട്ട് എറിയും ഞാൻ. ദേഷ്യം പിടിപ്പിക്കും. ആ കിട്ടോ കുഴപ്പമില്ല. ഞാൻ എന്തിട്ടുമ്പോ തൊട്ടിട്ടുണ്ട് ഞാൻ കയ്യാൻ കുത്തും. ഞാൻ നോക്കിയിരിക്കും. ഞങ്ങൾ പറഞ്ഞതിന് മുമ്പ് തിരിക്കാണ്. ഏതാണ് നിരകളാടും ഒരു ഹരിത ചാരുതീരം തിരയോരം. കേട്ടണ കാലൊക്കെ നല്ല വേനിക്കുന്നുണ്ട്. നല്ല എക്സ്പെൻസീവ്. സ്പീഡ് കൂടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അത് അതിൻ്റെ രീതിക്കാണ് ആ ബോട്ട് പോവുള്ളൂ. നല്ല സ്പീഡ് കൂടിയെന്ന് മറ്റു വലിയ കാര്യമൊന്നുമില്ല. അത് അതിൻ്റെ രീതിക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ അത് ആഞ്ഞ് ഓട്ടുന്നുണ്ട്. എത്ര ആഞ്ഞ് ചവിട്ടിയിട്ട് ഇതിൻ്റെ ഇഷ്ടത്തിനാണ് പോണത്. സ്പീഡ് ഒട്ടുമില്ല. കപ്പിത്താനല്ല, അതിനെന്താണ് സ്രാങ്ക്, കുട്ടി സ്രാങ്കാണ്. ആഞ്ഞ് ചവിട്ടുന്നുണ്ട്. സംഗതി അങ്ങോട്ട് അനങ്ങളില്ല. ഞാനും കൂടി ചവിട്ട സഹായിക്കാം. 5 കുറച്ച് റെസ്റ്റ് ഇപ്പം ഞാൻ. ഈ സമയമായതുകൊണ്ട് തോന്നുന്നുണ്ട് ആരും തിരക്കും ശല്യമൊന്നുമില്ല. വൈകുന്നേരത്ത് നല്ല തിരക്കാവുന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ആരും ശല്യമൊന്നും ഇല്ലാണ്ട് നമ്മൾ കായലിൽ നമ്മൾ മാത്രം സഞ്ചരിക്കുകയാണ്. നമുക്ക് നേരെ എറണാകുളം വെച്ച് പിടിച്ചാലോ? അറബിക്കടലിലേക്ക്. അങ്ങനെ നമ്മളിവിടെ തിരിച്ചെത്തി. കുറേ ചവിട്ടി കാലൊക്കെ ഭയങ്കര വേദനയാണ് ഗൈസ്.
പാർക്ക് ചെയ്യാൻ അറിയാന്നറിയില്ല, ഇവിടെ ആരും കാണാനൊന്നുമില്ല. ഇതിപ്പോ എങ്ങനെ പാർക്ക് ചെയ്യാം ഇവിടെ? അത് പോണു വണ്ടി. അത് കയറ്റിക്കോ, ഇടിച്ച് കയറ്റിക്കോ. നിക്ക് ചിരിക്കണം. അയ്യോ ഇറങ്ങിക്കോട്ടെ. താങ്ക് യു. ബോട്ടിനൊക്കെ എങ്ങനെയാണ്? ഈ തുഴയുന്ന ബോട്ടിന് 100 രൂപ ഒരാൾക്ക് തുഴഞ്ഞു പോവാ സ്വയം. അത് സിംഗിളും ഉണ്ട് ഡബിളും ഉണ്ട്. കയാക്കിംഗ് എന്ന് പറയും. പിന്നെ ഉള്ളത് ചൗട്ട് ബോട്ടാണ്. പെഡൽ ബോട്ട്. സ്പീഡ് ബോട്ട് ഉണ്ട് അവിടെ? സ്പീഡ് ബോട്ട് ഇല്ല അവിടെ. ഓക്കെ. പിന്നെ വഞ്ചി ഉണ്ട്, ഒരു 5 തുഴയാൻ ആളുണ്ടാവും. ഞങ്ങളുടെ ആൾ കൊണ്ടുപോകും. അത് എത്ര രൂപ വരും? അത് 50 രൂപ ഒരാൾക്ക്. ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ അത് നല്ലതല്ലേ? ഓക്കെ, എന്തായാലും നമ്മൾ വരാം. ഓക്കെ, താങ്ക് യു. നമ്മളിവിടെ ഒരു പെർ ഹെഡ് 50 രൂപ എന്നാണ് പറഞ്ഞത്. മോന് നമ്മൾ 4 പേരായിരുന്നു, പക്ഷെ മോനക്ക് പൈസ ഒന്നും വാങ്ങിയില്ല. നമ്മളേക്കൊന്ന് 150 മേടിച്ചോളൂ, 3 ആളുടെ പൈസ. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ലൊരു എക്സസൈസാണ്. എല്ലാവരും ഇതുവഴി വരുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. എന്തായാലും വെർത്താണ്. നമുക്ക് 50 രൂപക്കൊക്കെ ബോട്ടിങ്ങിൽ നമ്മൾ പാലക്കാടൊക്കെ ഉണ്ട്. നമ്മൾ പാലക്കാട് പോയ പാലക്കാട് മലമ്പുഴയിൽ 100 രൂപ എന്താണെന്ന് തോന്നുന്നുണ്ട് ഒരാൾക്ക്. അത് ചവിട്ട് ബോട്ടിന് തന്നെ 100 രൂപയാണ് പെർ ഹെഡ് വരുന്നത്. ഇവിടെ 50 രൂപയുള്ളൂ. നമ്മൾ 4 പേര് കയറിയിട്ടും 150 രൂപ മേടിച്ചോളൂ. നല്ല വർത്താണ്. പിന്നെ ഈ തൂക്കുപാലം വന്നിട്ട് എനിക്ക് തോന്നുന്നത് ഇവിടെ റോഡ് എൻഡ് ഉണ്ട്, അവിടെ റോഡ് എൻഡ് ഉണ്ട്. ഇവിടുത്തെ ജനങ്ങൾക്ക് അക്കരെ പോകാനും തിരിച്ച് വരാനൊക്കെ ഉള്ളൊരു ഫെസിലിറ്റി. ഈ തൂക്കുപാലം വഴിക്കടവ് തൂക്കുപാലം വീതി നിർമ്മാണ ചെലവ് അതിനു വേണ്ടി തന്നെ ഇത് സർക്കാരിൻ്റെതാണ്. അതൊരു വിനോദസഞ്ചാരത്തിനും കൂടി ഉൾപ്പെടുത്തിയിട്ട് ബോട്ടിങ്ങൊക്കെ എടുത്തിയപ്പോൾ ഇവിടെ നല്ലൊരു വിനോദസഞ്ചാര സാധ്യതകൾ കൂടി വരുന്നുണ്ട്. കായലൊക്കെ അല്ലേ, നല്ല മനോഹരമായിട്ടുള്ള സ്ഥലം. ഇത് ഫുഡിൻ്റെ ഹട്ടൊക്കെ ഉണ്ട്, നമ്മളവിടെ കയറിയിട്ടില്ല. നമുക്ക് പോണ വഴിക്കാണ് നമ്മുടെ ലുലുവിൻ്റെ വൈമാള് നമ്മൾ കണ്ടത്. തൃപ്രയാർ എത്തിയപ്പോൾ യൂസഫ് അലി സാറിൻ്റെ നാട്ടികയിൽ തൃപ്രയാർ വൈമാളിൻ്റെ എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ട്, അതൊക്കെ എൻ്റെ ചാരിറ്റിക്ക് വേണ്ടി കൊടുത്തിട്ടാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഉറപ്പില്ല, നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടേക്കാം. ഇവിടെ നമ്മൾ വൈമാളിൽ ലുലു എക്സ്പ്രസ് ഞാൻ കണ്ടിട്ടുള്ളത് അബുദാബിയിലൊക്കെ കണ്ടിട്ടാണ്. അബുദാബി വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലുലു എക്സ്പ്രസിൻ്റെ ഉള്ളൊന്ന് കണ്ടോക്കാം. ഇവിടുത്തെ കേരളത്തിലത്തെ ലുലുന്ന് നമ്മൾ വേഗം ഇറങ്ങി. അവിടെ നമുക്ക് കൂടുതലൊന്നും കാണിക്കേണ്ടില്ലല്ലോ. 2-3 സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു. 2-3 ചോദിച്ചു. നമ്മൾ 2-3 സാധനങ്ങളൊക്കെ നോക്കി, അത് കിട്ടിയില്ല, അവിടെ ഇല്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ വാടാനപ്പള്ളി ബീച്ചിലെത്തിയിട്ടുണ്ട്. വാടാനപ്പള്ളിയാണ് ഇത് ബീച്ച്. നമ്മളിങ്ങനെ വരുന്ന വഴിക്കിൽ ലുലു മാളിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ എങ്ങോട്ട് പോകാന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ അങ്ങനെ നല്ല വെയിലാണ് ഇവിടെ, നല്ല ചൂടുണ്ട്. അത് വല്ലാണ്ട് പോകാൻ പറ്റില്ല. സൗണ്ട് കുറച്ച് പോയിക്കണം ഗൈസ്. ഇവിടെ ഒരു തോടാണോ കനാലാണോ എന്ന് അറിയില്ല. അത് കടലിലേക്ക് ഇങ്ങനെ യോജിക്കുന്നുണ്ടല്ലോ, പക്ഷെ യോജിക്കണോടത്ത് അവിടെ നടന്ന് വെള്ളത്തിന്റെ ഒരു ഇതാണ് നിന്നിക്കണ്. കടലിൽ തിര കുറവാ തോന്നുന്നുണ്ട് കേട്ടോ, തിര അടിക്കുന്നില്ല. ഇത് കടലാണോ കായലാണോ ഗൈസ്? കടപ്പുറത്ത് ആരും വരുന്നതെന്ന് കാണാമല്ലോ. ഇവിടെ ചെറിയൊരു കട ഉണ്ട്. നമുക്കിവിടെ എന്തൊക്കെയാ ഉള്ളത് നോക്കാം. ബിസ്ക്കറ്റ് ഉണ്ട്, ചായ ഉണ്ടല്ലേ, മധുരമില്ലാത്തതുണ്ടോ? ആ ഓക്കെ. നമുക്കെന്താ വേണ്ടു? ഇമ്പിളിയാ ഇങ്ങനെ തിരിക്കണതിന് ഇതെത്രയാ? 1 രൂപ. എത്ര വേണം? 2, 3, 4, 5, 6, 7, 9, 10. ഷാബ് എത്ര വേണ്ട? അങ്ങനെ പറയരുത്. എന്താണ് ഇവിടെ വൈകുന്നേരത്തെ തിരക്ക് വരുള്ളൂ അല്ലേ? നമുക്ക് തന്നെ കളർ എടുക്കട്ടെ. ഷാബിന് എന്താടാ വാങ്ങ? ഷാബ് എന്തെങ്കിലും. ഈ നെല്ലിക്ക എത്ര? 5 രൂപ. മണ്ണെണ്ണ തരും. വെള്ള ബോട്ടിലുണ്ടോ?
ഒരു ബോട്ടിൽ വെള്ളം തരും. ഉപ്പിട്ട് നെല്ലിക്ക നിങ്ങൾ വരുമ്പോൾ കണ്ടാൽ മതി. ചിരിക്കാണ്ടോ? ഞങ്ങൾക്ക് അതാണ് വേണ്ട. നിങ്ങൾ ചിരിച്ച് പണ്ടാറടങ്ങണം. ഞങ്ങളങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്നിട്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. വന്നപാട് ചോറ് മേശപ്പുറത്ത് വിളമ്പി വെച്ച് കണ്ടപ്പോൾ വേഗം ചടപടയെ തിന്ന്. കുറേ ഷോട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, ക്ഷമിക്കുക. അങ്ങനെ തിന്ന് കഴിഞ്ഞപ്പോൾ നല്ല ക്ഷീണം. അങ്ങനെ ഒന്ന് കിടന്നിട്ട് ഇപ്പോൾ നീച്ചിട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് വീണ്ടും വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒന്ന് നീച്ചൊരു 4 മണിയായി. നമ്മളിനി ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോയി കറങ്ങിയിട്ട് വരാം കേട്ടോ. അങ്ങനെ 4 മണി ചായ കുടിച്ചപ്പോൾ നമ്മൾ കടലിലേക്ക് വന്നിക്കാണ്. കടലിൽ കുട്ടികളൊക്കെ ഉണ്ട്, അവരൊക്കെ വീട്ടിൽ നിൽക്കാൻ മടിയുണ്ട്. അപ്പോൾ കടലിൽ നമുക്ക് അർമാദിക്കാം 4 to 6. നമ്മളങ്ങനെ കടലിലേക്ക് അർമാദിച്ച് അടിച്ചു പൊളിച്ച് വന്നു. കടലത്തെ വീഡിയോ ഒന്നും കുറേ എടുക്കാൻ പറ്റിയില്ല, കാരണം ഫാമിലിയൊക്കെ ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ ഉള്ള വൈഫൊക്കെ ഉണ്ടായിരുന്നു. വളർത്തി കളിക്കുന്ന വീഡിയോ നമ്മൾ ഇടാൻ പാടില്ലല്ലോ. അപ്പോൾ അതങ്ങനെ എടുക്കാൻ പറ്റിയില്ല. അവർ അടിച്ചു പൊളിച്ച് ഞങ്ങൾ എന്തായാലും ചെറിയ ഷോട്ടൊക്കെ നമ്മളതൊക്കെ ഇട്ടിട്ടുണ്ടാവും. എന്തായാലും ഇഷ്ടപ്പെടും എല്ലാവർക്കും. ഇതാണ് നമ്മളെ ഒരു സൺഡേ ലൈഫ്. അപ്പോൾ എല്ലാവരും ആസ്വദിക്കുക. ബൈ.